ഈ ചേട്ടനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കാരണം എൻ്റെ ഒരു വീഡിയോക്ക് ഒന്ന് കമന്റ് ഇട്ടായിരുന്നു ചേട്ടായി. ആ കമന്റ് ഒന്ന് പറഞ്ഞു വിടാട്ടെ എന്തിനാണ് കമന്റ് തിരികെ കമന്റാണ് ഇട്ടത്. നമ്മൾ പോയപ്പോൾ ഡാൻസ് കളിക്കൂല, മൈക്ക് എടുത്തിട്ടിരുന്നു പറഞ്ഞു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യം അത് ഞാനാണോ പറഞ്ഞത്? അല്ല, പുള്ളിയുടെ ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ നമുക്കൊരു വിഷമം തോന്നി. പിന്നെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കമന്റ് ഇട്ടത്. ഞാൻ ഇതുവരെ അല്ല സത്യം പറയാം, എനിക്ക് അറിഞ്ഞൂടെ സംഭവം. ഞാൻ കണ്ടു കാണൂല ചേട്ടൻ, പക്ഷെ എന്നെ കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു പുള്ളിക്കാരൻ അങ്ങനെ പറയില്ല. ഞാനാണ് വന്ന് സംസാരിച്ചിരുന്നത്. എനിക്ക് ഉറപ്പായിട്ട് ഞാനന്ന് വീഡിയോ എടുത്തേ. ഒരു കൂട്ടം ഉണ്ടായിരുന്ന അവനെ ഇടയ്ക്ക് കയറി വരുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനത്ത് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ കമന്റ് കണ്ടോണ്ടാണ് ഇപ്പൊ ഞാനെല്ലാം ഓടി വന്ന് മിണ്ടിയത്. അപ്പൊ അന്നത്തെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്ങനെ കണ്ടുമുട്ടോന്ന് പ്രതീക്ഷിച്ചില്ല, വന്ന് മിണ്ടോന്ന് വിചാരിച്ചില്ല. അതാ ശരി, ഇന്ന് നമുക്കൊരു ഡാൻസ് കളിച്ചാലോ? ആയിക്കോട്ടെ. ഹാപ്പി ആയില്ലേ? പേരെങ്ങനെയാ? എന്ത് ചെയ്യുന്നു? ഞാൻ കേരള ന്യൂസിന് ഓൺലൈൻ മീഡിയയുടെ സബ് എഡിറ്ററാണ്. ചേട്ടന് പറ്റുമോ ഡാൻസ് ചെയ്യാനൊക്കെ പറ്റുമോ? അയ്യോ അല്ല, അങ്ങനെയല്ല ചോദിച്ചത്. ഓക്കെ ആണല്ലേ? സിമ്പിൾ ആയിട്ട് ചേട്ടനും എനിക്കും പറ്റുന്നതായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്കൊരു സാധനം ചെയ്യാം. ഡാൻസ് ചോദിക്കുന്നതെന്ന് പറഞ്ഞത് കാരണം കുറച്ച് CA പഠിക്കുന്ന പിള്ളേർ ഡാൻസ് കളിക്കാൻ സ്റ്റാഫ് സമ്മതിച്ചില്ല. ഞാൻ കയറി ഇടപെട്ട് നമ്മുടെ ടൂറിസം ഡയറക്ടർ PV നൂറിനെ കണ്ട് അവർക്ക് ഡാൻസ് കളിക്കാൻ പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തു. ഡാൻസിങ് അവർ നേരത്തെ കളിക്കാൻ സമ്മതിക്കില്ല, കളിക്കാൻ വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് ഫസ്റ്റ് പ്രൈസ് എന്തൊക്കെ കിട്ടി. ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് ഇത്തിരി സിമ്പിൾ സ്റ്റെപ്പ് പഠിപ്പിക്കാൻ. ഓ ശരിയെന്ന് പറഞ്ഞു. ആദ്യം ഒരു പെൺകുട്ടി വന്നു, ആ പയ്യൻ പഠിക്കുന്നു. ആ പയ്യനത്ത് പോയി ചോദിക്കുമ്പോൾ ഈ കുട്ടി പഠിക്കുന്നു. അതങ്ങനെ പോയി. രണ്ടാമത് ഞാൻ പോയി ചോദിച്ചത് ഒരു ഇൻസ്റ്റയില് ഒരു ഡാൻസ് കളിക്കുന്ന ടീമാണ്. ആ ഒരു ആലപ്പുഴ ബേസ്ഡ് ആയിരുന്നു. ട്രിവാൻഡ്രത്ത് കഴിയുമ്പോൾ കളിക്കാൻ വന്ന് ട്രിവാൻഡ്രത്ത് എന്നെ വിളിച്ചു. എന്നെ കൊണ്ട് ട്രിവാൻഡ്രം സിറ്റി മൊത്തം ഒരു ദിവസം ചുറ്റിച്ചു. എൻ്റെ അമ്മ എന്നെ രാത്രി 9 മണിക്ക് എന്നെ വിളിച്ചിട്ട് വന്ന് 10 മണിയാകുമ്പോൾ ഞാൻ പറ്റുന്നു. അതും പോയി. അങ്ങനെ മൂന്നാമത് അതിനിടയ്ക്ക് മൂന്നാമത് വേദനത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ കളിക്കാൻ ചേട്ടനോട് കളിച്ചിരിക്കും. എന്നെ കളിപ്പോൾ പുള്ളി അങ്ങ് മുങ്ങിയിലാണ്. അതിനുശേഷം നാലാമത് ചോദിക്കുന്നതാണ് താങ്കൾ നമ്മൾ കളിച്ചിരിക്കുന്ന. ഈ 3 പേര് ഒഴിവാക്കിയെങ്കിൽ ഞാൻ ഇന്ന് കൈ പിടിച്ച് നിർത്തി നിങ്ങളെ കൂടെ പോരെ. எல்லாம் இறைவங்கள் நீ கொஞ்சம் பட்டத்திட்டா